പ്രതികാര ചുങ്കം നടപ്പിലാക്കി ലോകരാജ്യങ്ങളെ മുഴുവൻ ഭയപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് മുട്ടുവിറച്ചത് സാക്ഷാൽ റഷ്യയുടെ മുന്നിലാണ്. പ്രതികാര ചുങ്ക നടപടി മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മരവിപ്പിച്ച അമേരിക്കൻ നടപടിയിൽ പല രാജ്യങ്ങളും ആശ്വസിച്ചപ്പോഴും ഇതൊന്നും തന്നെ ബാധിക്കാതെ തല ഉയർത്തി നിൽക്കാൻ റഷ്യയ്ക്കും റഷ്യയുടെ പങ്കാളിയായ ഇറാനും ഇവിടെ സാധിച്ചിട്ടുണ്ട്. അമേരിക്ക കൊണ്ടുവന്ന ഉപരോധങ്ങളിൽ തളർന്നിട്ടില്ല. പിന്നല്ലേ ട്രംപിന്റെ ഈ ഉമ്മാക്കി കാട്ടി ഭയപ്പെടുത്തൽ എന്ന നയമായിരുന്നു റഷ്യയ്ക്കും അതുപോലെ തന്നെ ഇറാനും. നിലവിൽ ചൈനയുമായി വ്യാപാര യുദ്ധം ആരംഭിച്ച അമേരിക്ക ഇപ്പോൾ ഇറാനും അതുപോലെ റഷ്യയ്ക്ക് മുൻപിൽ അടിപതറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യയ്ക്കും ഇറാന്റെ ന്യൂക്ലിയർ ശക്തി വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയിൽ ഇറാനെയും ഉപരോധത്തിൽപ്പെടുത്തി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ എന്താണ് നേടിയത്? അമേരിക്കയുടെ സാമ്പത്തിക മേഖല തകരുമെന്ന ആശങ്കയിലാണ് ജനത പോലും. ഇതാണ് പറയുന്നത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചിടണം എന്ന്. പുതിയ പ്രഖ്യാപനത്തിൽ നിന്ന് റഷ്യ ഒഴിവാക്കിയതിന് കാരണവും അമേരിക്കയുടെ ഭയം തന്നെയാണ്. അമേരിക്ക എന്ത് ചെയ്താലും അങ്ങനെയും ഇങ്ങനെയും ഒന്നും തകരാനോ തളരാനോ റഷ്യയ്ക്കും അതുപോലെ തന്നെ ഇറാനും മനസ്സില്ല എന്ന് അവർ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. വളർച്ചയാണ് ലക്ഷ്യമെങ്കിൽ ആര് തളർത്താൻ ശ്രമിച്ചാലും നമ്മൾ തളരില്ല. എന്നാൽ ട്രംപിന്റെ പുതിയ നികുതി നയങ്ങൾ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ സ്വയം ചില നല്ല തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ട്. കുറച്ച് പണമെങ്കിലും ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കണം. അത്തരത്തിൽ വലിയ ലാഭസാധ്യത നൽകുന്ന ഒരവസരം ഇപ്പോൾ ഇന്ത്യയിലും എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാം. കാനറ HSBC ലൈഫിന്റെ നിഫ്റ്റി ആൽഫ 15 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ ഏപ്രിൽ 20-ാം തീയതി വരെയാണ് ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. അതായത് ഇനി വെറും 10 ദിവസം കൂടി മാത്രം. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതിന്റെ NAV വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. ഈ NFOയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ആൽഫ 50യുടെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺസ് 31.7%, 21.2%. അതായത് 2015-ൽ 10 ലക്ഷം രൂപ ഇവിടെ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്നത് 68 ലക്ഷം രൂപയായേനെ. പിന്നെ ഈ NFOയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡായി നിക്ഷേപിക്കാനുള്ള ലിങ്കാണ് ഞാൻ കമന്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നിക്ഷേപിച്ച പണത്തിന് 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് കിട്ടും. NRI ആയിട്ടുള്ളവർക്ക് മാസം 18,000 രൂപ വെച്ച് ഫണ്ട് നിക്ഷേപിക്കാൻ സാധിച്ചാൽ 2 കോടി വരെ റിട്ടേൺ സാധ്യതയും ഇവിടെ കാണാം. ഇത് കൂടാതെ നിങ്ങളുടെ മന്ത്ലി പ്രീമിയം തുകയുടെ 120 മടങ്ങ് വരെ ലൈഫ് കവറും ഇതിനോടൊപ്പം ലഭിക്കും. 2.5 ലക്ഷം വരെയുള്ള നിക്ഷേപങ്ങൾ ചെയ്യുന്നവർക്ക് ലാഭത്തിന് നികുതിയും നൽകേണ്ടതില്ല. എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്യാം. കൂടെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും സാധിക്കും. അമേരിക്കയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ 2025 ഏപ്രിലിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലിബറേഷൻ ഡേ താരിഫ്സ് എന്നറിയപ്പെടുന്ന വിവാദപരമായ സാമ്പത്തിക പദ്ധതി അവതരിപ്പിച്ചു. ഒരുവിധം എല്ലാ രാജ്യങ്ങളെയും വെട്ടിലാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാനാണ് പദ്ധതി അവതരിപ്പിച്ചതെങ്കിലും സംഭവം പാളിപ്പോയി. അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന മിക്കവാറും എല്ലാ ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞത് 10% തീരുവ ചുമത്തുക എന്നതായിരുന്നു ഈ വിപുലമായ നിർദ്ദേശത്തിന്റെ ലക്ഷ്യം പോലും. US-ലേക്ക് തൊഴിലവസരങ്ങൾ തിരികെ കൊണ്ടുവരുന്നതിനും വിദേശ ആശ്രിതത്വം നിയന്ത്രിക്കുന്നതിനും സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു നീക്കമായിട്ടാണ് ഈ പദ്ധതിയെ ട്രംപ് ഭരണകൂടം നോക്കിക്കണ്ടത്. ആൾപ്പാർപ്പില്ലാത്ത അന്റാർട്ടിക്കൻ ദ്വീപുകൾ ഉൾപ്പെടെ 180-ലധികം രാജ്യങ്ങൾക്കുള്ള പകരച്ചുങ്കം കുത്തനെ കൂട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനവും ട്രംപ് നടത്തിയതോടെ വലിയ രീതിയിൽ അദ്ദേഹത്തിനും അമേരിക്കയിൽ ട്രംപ് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസത്തിനും ചോദ്യമുയർന്നു. വൈറ്റ് ഹൗസ് പുറത്തുവിട്ട പട്ടിക പ്രകാരം രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് ചരക്കു കയറ്റി അയക്കുമ്പോൾ 11% മുതൽ നികുതി അടക്കേണ്ടതായി വരുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്കിത് 26% നികുതി ഏർപ്പെടുത്തിയത്. തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ ലെസോത്ത, ഫ്രഞ്ച് ദ്വീപായ സെന്റ് പിയർ ആൻഡ് മിലഗാൻ, ഏഷ്യൻ രാജ്യങ്ങളായ കംബോഡിയ, ലാവോസ് എന്നീ രാജ്യങ്ങളാണ് ട്രംപിന്റെ നടപടിയുടെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന രാജ്യങ്ങൾ. എന്നാൽ ട്രംപിന്റെ പ്രതികാര പ്രഖ്യാപനത്തിലൂടെ നേരിടേണ്ടി വരുന്നത് വിലക്കയറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ആയേക്കാമെന്ന ആശങ്ക അമേരിക്കയിലാകെ നിഴലിച്ചു. സാമ്പത്തിക വിദഗ്ധർ ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയതോടെയാണ് ഈ വിഷയത്തിൽ ട്രംപ് ചുവടുമാറ്റുന്നത്. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന പകരച്ചുങ്കം 90 ദിവസത്തേക്ക് ട്രംപ് ഭരണകൂടം അങ്ങനെയാണ് മരവിപ്പിച്ചത്. എന്നാൽ ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 125% ഉയർത്തുകയും ചെയ്തു. ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് അടിസ്ഥാന തീരുവ 10% അധികമായി ചുമത്തിയ തീരുവയാണ് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കിന് ചൈന 84% തീരുവ പ്രഖ്യാപിച്ചു. ഇത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:01 നിലവിൽ വരുമെന്നും അറിയിച്ചു. ഈ പ്രഖ്യാപനം നടത്തി 24 മണിക്കൂർ പിന്നിടും
നേരിടുന്നതിന് മുൻപാണ് അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ വീണ്ടും ഉയർത്തി 125% എത്തിച്ചത്. വ്യാപാര പങ്കാളികൾ ഉൾപ്പെടെ 60ഓളം രാജ്യങ്ങൾക്ക് ട്രംപ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. ഇത് ബുധനാഴ്ച നിലവിൽ വരികയും ചെയ്തു. ചൈന ഒഴികെ എല്ലാ രാജ്യങ്ങൾക്കും 90 ദിവസത്തെ പകരച്ചുങ്ക നടപടി മരവിപ്പിച്ച അതേ അമേരിക്ക ഇതിൽ ഉൾപ്പെടുത്താത്ത രാജ്യമേതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഉറ്റമിത്രമായ ഇസ്രായേൽ പോലും പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ അവിടെ നിന്നും വിട്ടുനിന്നത് അല്ലെങ്കിൽ അമേരിക്ക തൊടാൻ ഭയന്നത് സാക്ഷാൽ റഷ്യയാണ്. അമേരിക്ക ലക്ഷ്യമിട്ട രാജ്യങ്ങളുടെ നീണ്ട പട്ടികയിൽ 2 ശ്രദ്ധേയമായ അസാന്നിധ്യങ്ങൾ ഉണ്ടായിരുന്നു: റഷ്യയും ബെലാറസും. രണ്ടും താരിഫ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. വിശകലന വിദഗ്ധരുടെയും നയരൂപീകരണക്കാരുടെയും വിദേശ സഖ്യങ്ങളുടെയും ഇടയിൽ ഒരുപോലെ അമ്പരപ്പുണ്ടാക്കിയതായിരുന്നു ഈ പട്ടിക. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് ഈ രാജ്യത്തെ ഒഴിവാക്കിയത്? പ്രത്യേകിച്ച് ലോകവേദിയിൽ അവരുടെ വിവാദപരമായ പങ്ക് കണക്കിലെടുത്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം ട്രംപ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് തന്റേതായ ന്യായീകരണങ്ങൾ നിരത്താനുണ്ട്. നിലവിലുള്ള ഉപരോധങ്ങൾ വ്യാപാരത്തെ ഇതിനോടകം തന്നെ കർശനമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഈ ചോദ്യത്തിന്റെ മറുപടിയായി അമേരിക്ക പറയുന്നത്. എന്നാൽ ഏതു വിധേനയും റഷ്യയെ കൂടെ നിർത്താനുള്ള അമേരിക്കൻ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നയമെന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്, അല്ലേ? കഴിഞ്ഞ 3 വർഷമായി ലോകത്തെ ഞെരക്കുന്ന റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ഇത്ര നാളും ഉക്രൈന് വേണ്ട എല്ലാ പിന്തുണയും നൽകി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയ അതേ അമേരിക്ക ട്രംപ് ഭരണത്തിലെത്തിയതോടെ കളം മാറ്റി ചവിട്ടി. അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ട്രംപിന്റെ വ്യക്തിബന്ധത്തിന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ട്രംപ് അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ വീണ്ടും മാറിമറിഞ്ഞു. എല്ലാ കുറ്റവും ഉക്രൈന്റെ തലയിൽ ചാരി റഷ്യയെ സംരക്ഷിക്കുന്ന അമേരിക്കയെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെയാണ് പശ്ചാത്തലമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയുന്നത് യുദ്ധത്തിന്റെ കാര്യമാണ്. 2022 റഷ്യ ഉക്രൈൻ ആക്രമിച്ചതിന് ശേഷം എണ്ണ, വാതകം, ധനകാര്യ സ്ഥാപനങ്ങൾ, സൈനിക സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിലൊക്കെ തന്നെ റഷ്യയ്ക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിയത് എന്നാണ് അമേരിക്കയുടെ ഭാഗം. ഈ ഉപരോധങ്ങൾ കാരണം യുഎസും റഷ്യയും തമ്മിലുള്ള വ്യാപാരം ഇതിനോടകം തന്നെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് റഷ്യൻ ഇറക്കുമതികളിൽ പുതിയ താരിഫ് ചുമത്തുന്നത് അനാവശ്യമാണെന്ന് ചിന്തിപ്പിക്കുക കൂടിയായിരുന്നു ചെയ്തത്. എന്നാൽ റഷ്യയ്ക്കും അതുപോലെ തന്നെ റഷ്യയുടെ ഉറ്റ ചങ്ങാതിയായ ഇറാനും മേൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഭീഷണിയുമായി അമേരിക്ക വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഓർത്തു നോക്കൂ. അമേരിക്കയുമായി യാതൊരു ചങ്ങാത്തത്തിനും താല്പര്യമില്ലാത്തവരാണല്ലോ ഇറാൻ. റഷ്യ ആകട്ടെ അടുത്ത കാലത്തായി കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് യുഎസുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉക്രൈനിലെ റഷ്യയുടെ നടപടികളെയും അതുപോലെ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ് ഇരു രാജ്യങ്ങൾക്കും നിരവധി ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയത്. ഈ ഉപരോധങ്ങൾ ഇതിനോടകം തന്നെ യുഎസും ഈ രാജ്യങ്ങളും തമ്മിലുള്ള ഗണ്യമായ വ്യാപാരം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ താരിഫുകൾ ചുമത്തുന്നത് റഷ്യയെയും ഇറാനെയും കൂടുതൽ അകറ്റി നിർത്തുന്ന നയമായിരിക്കുമെന്ന നല്ല ബോധ്യം അമേരിക്കൻ പ്രസിഡന്റിന്റെ മേലുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ യുഎസ് താൽപര്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സഖ്യത്തെ ശക്തിപ്പെടുത്താനാണ് ഇത് സഹായിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടാണ് അമേരിക്കയുടെ പുതിയ നീക്കം. താരിഫ് രഹിത വ്യാപാരത്തിനും വിവിധ മേഖലകളിലെ സഹകരണത്തിനുമുള്ള പദ്ധതികൾ ഉൾപ്പെടെ തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട്. ഇറാനുമായി നയതന്ത്രപരമായി ഇടപഴകാൻ അമേരിക്ക താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നതതല ചർച്ചകൾ നടത്താൻ അമേരിക്കയ്ക്ക് പ്ലാൻ ഉണ്ടല്ലോ. ഇത് സംഘർഷം രൂക്ഷമാക്കുന്നതിന് പകരം ചർച്ചകൾക്കുള്ള മുൻഗണനയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. മാത്രവുമല്ല, ഇപ്പോൾ അടുത്തായി ഇറാനെ ഭീഷണിപ്പെടുത്താൻ അമേരിക്ക കാര്യമായി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടല്ലോ. ഇറാനുമായി ചർച്ച നടത്തി ആണവ പദ്ധതികളെ കുറിച്ചുള്ള ആശങ്ക പരിഹരിക്കാനാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. അതായത് പശ്ചിമേഷ്യയിലെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഇറാനെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടാനുള്ള തത്രപ്പാടിലാണ് അമേരിക്ക. ഇതിന് അമേരിക്കയ്ക്ക് റഷ്യയുടെ സഹായവും വേണം. അങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് അമേരിക്ക റഷ്യയെയും അതുപോലെ തന്നെ ഇറാനെയും തള്ളിക്കളയുക, അല്ലേ? എന്നാൽ അമേരിക്ക നേരത്തെ നടപ്പിലാക്കിയ ഉപരോധങ്ങളൊന്നും തന്നെ ഇരു രാജ്യങ്ങളെയും കാര്യമായി ബാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. യുഎസ് ഉപരോധങ്ങൾക്ക് മറുപടിയായി റഷ്യയും ഇറാനും അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. യുഎസ് ഉപരോധങ്ങളുടെ ആഘാതം ലഘൂകരിക്കാനും പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥകളിലുള്ള ആശ്രിതത്വം കുറയ്ക്കാനും ഈ ശ്രമങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ പണി ഇരു രാഷ്ട്രങ്ങൾക്കും ഏറ്റില്ല എന്ന് മാത്രവുമല്ല, അവർ കൂടുതൽ ശക്തരാവുകയും ചെയ്തു. ഇതുപോലെയാകണം നമ്മളും. ആര് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും തോറ്റുകൊടുക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, കാനറ HSBC ലൈഫ് നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയുടെ തീയതി ഏപ്രിൽ 20 അവസാനിക്കുകയാണ്. അതായത് ഇനി 8 ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവിടെ 2000 രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും. ചെറിയൊരു നീക്കിയിരിപ്പ് ജീവിതത്തിൽ എന്താണെങ്കിലും നല്ലതാണ്. കൂടുതൽ നോക്കാൻ താല്പര്യമുള്ളവർക്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്യാം. കൂടെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാനും അവസരമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.